പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി ഇപ്പോൾ പി വി അൻവറിന്റെ പത്രസമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുന്നതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അവിടെ എത്തിയിരിക്കുന്നു. സൂരജ് സജി അവിടെയുണ്ട്. സൂരജ് സജി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ എന്താ പറയാ, പോസ്റ്റ്മോർട്ടത്തിന് പോവുക, ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിന് പോവുക, വാഹനം ഇടിച്ചാൽ മരിക്കുന്നത്. ഇന്ത്യയെ പോലുള്ള 150 കോടി ജനങ്ങളുള്ള ഈ നാട്ടിൽ എന്നും പോസ്റ്റ്മോർട്ടാ. ഒരു വർഷം 15,000 പോസ്റ്റ്മോർട്ടമാണ് നിയമസഭയിൽ വന്ന കണക്ക്. കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുക മനുഷ്യർക്ക്. അതിന് നിയമ ഭേദഗതി വേണം, അതിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ഈ 3 വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് പ്രശ്നം? വയലേഷൻ അല്ലല്ലോ. നിങ്ങൾ ചീഫ് ഓഫീസറോട് നല്ല സംസാരിച്ചാണല്ലോ. ഏത് ആക്ട് പ്രകാരം വയലേഷൻ? ആക്ട് ചെയ്തു അല്ല. യു റൈറ്റ് ഇറ്റ്. നോ. എന്ത് ആക്ടാന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് conduct of what is this? Restriction on election during the period of 48 years above. And then what is the restriction? It has to come to know. Notice that there has been a violation of model code of conduct from your end. It is requested to ensure that the violation of MCC being. You show me that. You show me the law. Show me. ഞാൻ നിങ്ങളുടെ നേരത്തെ സീനിയർ ഓഫീസറുമായി സംസാരിച്ചാണല്ലോ. ഈ ഇലക്ഷൻ ആരാ നേരിടുന്നത്? കുഞ്ഞുമാൻ മാറിയിട്ടെന്നാ സംസാരിച്ച്. ആ നമ്പർ കൊടുക്കൂ. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ഇല്ലല്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ, ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയൂ. നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. നിങ്ങൾ ആരുടെയെങ്കിലും എന്താ പറയാ പിണയാളുകളായി വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരുന്നതിന് മുമ്പ് ആ ആക്ടെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അല്ല, നിങ്ങളെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ലേ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്ന് അതൊന്ന് വായിക്കൂ. പത്രക്കാരൊന്ന് കേൾക്കട്ടെ. പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല 40 years ബിഫോർ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നൊന്ന് വായിക്കൂ. അതുണ്ടെങ്കിൽ ഇപ്പം നീക്കും ഞാൻ. നമുക്ക് പത്രസമ്മേളനം ചെറുതുരുത്തി പാലത്തിനപ്പുറം നടത്താം. പാലത്തിനപ്പുറത്തേക്ക് ദയവായിട്ട് ഒന്ന് വന്നാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്തു പോലെ അത് വായിക്കുമത്. നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയുണ്ട്. എന്തിനാ പിണറായി ഭയപ്പെടുന്നത് ഈ വായല്ലാ കോടാലിയെ? അത് ശരി. അല്ല, എനിക്ക് ഫോണൊന്നും വേണ്ട, നിങ്ങളത് കാണിച്ചാൽ മതി. ഇവിടെ വന്ന ഓഫീസർമാർ, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പത്രക്കാരെ അവിടെ ഇരിക്കുന്നത്. ആ ജനങ്ങൾക്ക് അത് അറിയണം. ആ ആക്ട് കാണിക്കും. മോഡ് ഓഫ് കോണ്ട് വായിച്ചു തരൂ. എന്താണ് വായിക്കൂ? അല്ല, നിങ്ങളത് ഫുള്ളായിട്ട് വായിക്കുക. പിന്നെ എവിടെയും വക്കും മൂലം വായിച്ചിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളത് വായിക്കൂ. എനിക്കത് ബോധ്യപ്പെടണ്ടേ. ഞാൻ നിർത്താം. നിയമവിരുദ്ധമാണെങ്കിൽ ഈ സെക്കൻഡിൽ നിർത്തും. എന്താണ് വാട്ട് ഈസ് ഇലക്ഷൻ മാറ്റേഴ്സ്? ഞാനത് ചോദിക്കട്ടെ. നിങ്ങളിത് നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ. ആ കാര്യം പറയാൻ ഇവിടെ വന്നത്. നോ. ഇവിടെ 40 ലക്ഷം രൂപയാണ്. പത്രക്കാർ കേൾക്കുക. ഇതാണ് മെയിനായിട്ട് ഞാൻ വന്ന കാര്യം. ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ 40 ലക്ഷം രൂപയാണ്. ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത് 34,98,00,000 രൂപയാണ്. ഈ 3 മുന്നണികൾ കൂടി ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഇലക്ഷൻ വയലേഷൻ നടത്തിയ ആളുകളെ നോക്കാൻ ഒഴിവില്ലാത്തവനാ പോകുന്നത്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഇലക്ഷൻ അഴിമതി നടത്തിയത് 34,98,00,000 രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് ഈ 3 മുന്നണികളും. ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നില്ല. ഇവരൊന്ന് ജയിക്കട്ടെ, കോടതിയിൽ നമുക്ക് കാണാം. ഈ പച്ചയായിട്ടുള്ള ഇലക്ഷൻ വയലേഷൻ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നു 3 മുന്നണികളും. ഇത് കൃത്യമായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കെടുത്ത് വീഡിയോ എടുത്ത് അത് വെച്ചിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത്.